വിശുദ്ധ ഖുർആനിൽ പ്രവാചകനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് അവരുടെ ദേഹങ്ങളെക്കാൾ കൂടുതൽ ബന്ധപ്പെട്ട പ്രവാചകനാണ്. നമുക്ക് നമ്മെക്കാൾ കൂടുതൽ നമ്മോട് ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രവാചകനാണ്. അതാണ് പ്രവാചകനോട് വിശ്വാസികൾക്കുള്ള അടുപ്പം. മാതാപിതാക്കൾ, മക്കൾ, അതൊക്കെ പോകട്ടെ, അവരോടൊക്കെയുള്ള സ്നേഹവും കടപ്പാടുകളൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷേ ആ കടപ്പാടുകളെക്കാൾ എന്നല്ല നമ്മുടെ ആ ഒരു ദേഹത്തോടുള്ള, ശരീരത്തോടുള്ള നമ്മുടെ ഒരു ബന്ധം, അതിനേക്കാൾ കൂടുതൽ നമുക്കുള്ള ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനോട് ആവണം. അങ്ങനെയാവുമ്പോഴേ ഒരാൾ യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയാവുകയുള്ളൂ. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിലും അതുപോലെ അധ്യക്ഷ പ്രഭാഷണത്തിലുമെല്ലാം പ്രവാചക സ്നേഹത്തിൽ ഊന്നി സംസാരിച്ചത്. പ്രവാചക സ്നേഹം എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അത് പ്രകടിപ്പിക്കുവാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു വശം കൂടി പറഞ്ഞു. സ്വലാത്ത്, സലാമുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. അങ്ങനെ പ്രവാചകനോടുള്ള വൈകാരികമായ ബന്ധം ശക്തിപ്പെടുത്തുക. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അയാളെ 10 തവണ അനുഗ്രഹിക്കുന്നതാണ്. 10 സ്വലാത്ത് അള്ളാഹു അയാൾക്ക് ചൊല്ലുമെന്ന് പറഞ്ഞാൽ 10 തവണ അള്ളാഹു അയാളെ അനുഗ്രഹിക്കും. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വലാത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ വായിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ഇറങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യം. വിശ്വാസി സമൂഹത്തെ പ്രവാചക സ്മരണയിൽ ഒന്നിപ്പിക്കുന്ന കാര്യം കൂടിയാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതായത് ഔസും ഖസറജും, അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗോത്രങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, രണ്ടാളുകൾക്കിടയിൽ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ മൂന്നാമത്തെയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി പ്രവാചകനെ സംബന്ധിച്ചുള്ള ഓർമ്മ അവരുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. ആ വഴക്കിൽ നിന്ന് അവർ പിന്മാറുകയാണ്. ഇസ്ലാമിക ഉമ്മത്തിനെ ഐക്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ ദിക്ർ കൂടിയാണ്, ഏറ്റവും വലിയ പ്രാർത്ഥന കൂടിയായിരുന്നു സ്വലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിത് നാവ് കൊണ്ട് ഉച്ചരിക്കും പോലെ തന്നെ ഗൗരവത്തിൽ പ്രവാചകനെ സംബന്ധിച്ചുള്ള സ്മരണയാൽ, പ്രവാചകനെ സംബന്ധിച്ചുള്ള ആ ചിന്തയാൽ, പ്രവാചകന്റെ മാതൃകയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടത് നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാവണം. അങ്ങനെ സാധ്യമാവുമ്പോ ചരിത്രത്തിൽ ഇസ്ലാമിക ഉമ്മത്ത് ഐക്യപ്പെട്ടതുപോലെ ഇന്നത്തെ കാലത്തും ഇതേ പ്രവാചക സ്മരണയിലൂടെ ഉമ്മത്തിന് ഐക്യപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് കാതലായിട്ടുള്ള വശം എന്ന് പറയുന്നത്. അപ്പൊ പ്രവാചക സ്നേഹത്തിന്റെ വളരെ ഗൗരവപ്പെട്ട ഒരു വശം പ്രവാചകനോടുള്ള വൈകാരിക ബന്ധം, സ്വലാത്ത്, സലാമുകൾ ധാരാളമായിട്ട് നിർവഹിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തുക എന്നതാണെങ്കിൽ, രണ്ടാമത്തെ വശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാഅൻ. സംഘാടകർ ഇത്തിബായിലൂന്നി സംസാരിക്കണമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി അത് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ പ്രഭാഷണങ്ങളിലെല്ലാം അതിന്റെ ചില ചൂണ്ടുവലകൾ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അല്ലാഹു തആല പറയാണ്, നിശ്ചയം അല്ലാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. പ്രവാചകനാണ് നിങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവെ സ്മരിക്കുന്ന പരലോകത്തെ സംബന്ധിച്ച് ബോധമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ ചരിത്രത്തിലെ വിവിധ വ്യക്തിത്വങ്ങളെ എടുത്ത് പരിശോധിക്കുക. അവരുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ അവരുടെ ജീവിതത്തെ മനോഹരമാക്കുന്ന, പ്രശോഭിതമാക്കുന്ന നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ ചില വശങ്ങൾ അസന്തുലിതമായിരുന്നു എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, നമുക്കറിയാം, രാജ്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ധാരാളം സേവനങ്ങൾ ചെയ്ത, രാജ്യസേവനത്തെ, സമൂഹ സേവനത്തെ ഏറ്റവും വലിയ സന്യാസമായിട്ട് കണ്ട,
വിരക്തിയുടെ പര്യായമായിരുന്ന, ലാളിത്യത്തിന്റെ പര്യായമായിരുന്ന ഗാന്ധിജി സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോഴും ഗാന്ധിജിയുടെ കുടുംബത്തിന്റെ മനസ്സിൽ എവിടെയോ ഗാന്ധിജിയെ സംബന്ധിച്ചുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. കുടുംബത്തിന് വേണ്ടത്ര ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ, ഗാന്ധിജിയുടെ മക്കളുടെ, ഭാര്യയുടെ മനസ്സിൽ ഉണ്ടായിരുന്നുവെന്ന് ഗാന്ധിജിയുടെ ചരിത്രം തന്നെ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ആ വലിയ വ്യക്തിത്വത്തെ ചെറുതായി കാണുകയല്ല, വ്യക്തിത്വം വലുതാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് സമൂഹത്തിന് പഠിക്കാനുണ്ട്, പാഠങ്ങളുണ്ട്, മാതൃകകളുണ്ട്. അതോടൊപ്പം തന്നെ ചില അസന്തുലിതത്വം എല്ലാ വ്യക്തികളിലും നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാന്മാരിൽ മാത്രമല്ല, ചിന്തകരിലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രോയിഡ് വലിയ മനഃശാസ്ത്രജ്ഞനാണ്. ഇന്നും അദ്ദേഹത്തിന്റെ മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന് പറയുന്നത് സൈക്കോളജി പഠനങ്ങളിൽ ചൂണ്ടുപലകയാണ്. പക്ഷേ ഫ്രോയിഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത് ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര തത്വങ്ങളൊന്നും കുടുംബത്തിൽ വിജയിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് വ്യക്തിജീവിതത്തിലെ അപൂർണതകൾ, അതല്ലെങ്കിൽ അസന്തുലിതത്വം എന്ന് പറയുന്ന കാര്യം കടന്നു വരുന്നത്. ഇവിടെയാണ് പ്രവാചക ചരിത്രം കൂടുതൽ പ്രസക്തമാവുന്നത്. ഇവിടെയാണ് പ്രവാചക ചരിത്രം പൂർണ്ണമാവുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാതൃകയായി എന്നുള്ളതാണ്. ഒരു നേതാവ് എന്ന അർത്ഥത്തിൽ റസൂലുള്ള മാതൃകയാണ്. ഒരു ഭരണാധികാരി എന്ന അർത്ഥത്തിൽ റസൂലുള്ള മാതൃകയാണ്. യാത്രയിൽ തന്റെ അനുയായികളുടെ കൂടെ സഞ്ചരിക്കുമ്പോ അനുയായികൾ ഓരോരുത്തരും ഓരോ പണി ഏറ്റെടുക്കുകയാണ്. ചിലര് പറയും ഞാൻ മാവ് കുഴക്കുമെന്ന്, ചിലര് പറയും ഞാൻ മാംസം പാകം ചെയ്യുമെന്ന്, ചിലര് പറയും മാംസം പാകം ചെയ്യുന്നതിന്റെ മുമ്പ് ഞാൻ ഒരുവനെ അറുക്കാമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ ഞാൻ വിറക് ശേഖരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശിഷ്യന്മാര്, സ്വഹാബിമാര് പറയാണ്, പ്രവാചകരെ നിങ്ങളതൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഞങ്ങളുടെ നേതാവല്ലേ, നിങ്ങളുടെ പണി കൂടി ഞങ്ങൾ ചെയ്തോളാം എന്ന് അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്, ലാ ഉഹിബ്ബു അൻ നകൂന മുതമയ്യിസൻ ബൈന അസ്ഹാബി. എന്റെ അനുചരന്മാർക്കിടയിൽ, സ്വഹാബിമാർക്കിടയിൽ ഒരു പണിയും ചെയ്യാതെ വേറിട്ട് നിൽക്കുവാൻ, അവരിൽ ഒരുവനായി മാറാതിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരിൽ ഒരുവനായി നിലനിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എവിടെയാണ് മാതൃകായോഗ്യനായിട്ടുള്ള ഒരു നേതാവായി, ഒരു ഭരണാധികാരിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കാണുന്നത്? എല്ലാ അർത്ഥത്തിലും. ഈ അർത്ഥത്തിലൊക്കെ റസൂലുള്ള മാതൃകയായപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലണം. കാരണം ബാക്കിയുള്ള മേഖലകളിലെല്ലാം മാതൃകയായ പലരും കുടുംബജീവിതത്തിൽ പരാജയപ്പെടാറുണ്ട്. അങ്ങനെ ആ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതും പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ കാന ഖുലുഖുഹു ഖുർആന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം, സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പ്രവാചക പത്നിമാര് പറയുന്നു. ഖുർആനു യംശീ അലൽ അർദ്, ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ടോ ആ മേഖലയിലെല്ലാം സമഗ്രവും സമ്പൂർണവും സന്തുലിതവുമായ മാതൃകയെ മുന്നോട്ട് വെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധ്യമായി. ആ പ്രവാചകനെ പിന്തുടരാനാണ്, ആ പ്രവാചകനെ ഇത്തിബായി ചെയ്യാനാണ് ഖുർആൻ പറഞ്ഞത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പ്രവാചകരെ നിങ്ങൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, പ്രവാചകൻ എന്റെ ചങ്കാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനെ നിങ്ങൾ പിന്തുടരണം. എങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്ക് നേടാൻ കഴിയും. യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം പുറത്തു തരുന്നവനും എല്ലാ അർത്ഥത്തിലും പരമമായി കരുണാവാരിധിയും അങ്ങേയറ്റം പുറത്തു തരുന്നവനുമായ പടച്ചവനാണ് നിങ്ങളുടെ നാഥൻ എന്ന് അല്ലാഹു പറയാൻ. സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബിമാർ അവരെങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബായി ചെയ്തത്? ഇത്തിബാഉർ റസൂലിലുള്ള നമ്മുടെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്ന സ്വഹാബിമാരാണ്. ആ സ്വഹാബിമാർ എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ആ സ്വഹാബിമാർ എങ്ങനെ ഇത്തിബായി ചെയ്തോ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബായി ചെയ്യാനാണ് ഖുർആൻ പറഞ്ഞതിന്റെ വിവക്ഷയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചെരുപ്പൂരിക്കൊണ്ട് ഇടത് ഭാഗത്ത് വെച്ചു. അതുകൊണ്ട് അത് കണ്ട് സ്വഹാബത്തും അതുപോലെ ചെയ്തു. റസൂലുള്ള തന്റെ ചെരുപ്പൂരി ഇടത് ഭാഗത്ത് വെച്ചു. അത് കണ്ട് സ്വഹാബിമാരും അങ്ങനെ തന്നെ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എല്ലാവരും എന്തിനാണ് ചെരുപ്പൂരി വെച്ചത്? സ്വഹാബിമാര് പറഞ്ഞു, അങ്ങ് ചെയ്തത് കണ്ട് ഞങ്ങളും ചെയ്തു, അത്രമാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അന്ന ജിബ്രീല അതാനി ഫഅഖ്ബറനി അന്ന ഫീഹി മാ ഖദറ. ഞാനത് ചെയ്യാൻ കാരണം ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്ന് എനിക്ക് ദിവ്യബോധനം നൽകി, എനിക്ക് വഹി അറിയിച്ചു, എന്റെ ചെരുപ്പിൽ മാലിന്യമുണ്ട് എന്നറിയിച്ചത് കൊണ്ടാണ് ഞാൻ എന്റെ ചെരുപ്പ് ഊരി വെച്ചത്. പക്ഷേ സ്വഹാബത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ, എന്തിനാ പ്രവാചകൻ അങ്ങനെ ചെയ്യുന്നത് എന്നതുപോലും ആലോചിക്കാതെ ചോദിക്കാതെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ ഏതാണ്? റസൂലുള്ളാഹി ചെയ്തത് എന്തിനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഫ്ആലുകളിൽ, പ്രവാചകന്റെ പ്രവർത്തനങ്ങളിൽ അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. ഇതാണ് ഇത്തിബാഉ റസൂൽ കൊണ്ടുള്ള വിവക്ഷ എന്ന് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജുമാ നമസ്കാരത്തിന് പള്ളിയിലെത്തിയപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. റസൂലുള്ള എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ പ്രസംഗത്തിന്റെ ആമുഖമൊന്നും കേട്ടിട്ടില്ല. വന്നപ്പോഴാണ് കേൾക്കുന്നത് ഇരിക്കണം എന്ന്. അങ്ങനെ റസൂലുള്ള പറഞ്ഞപ്പോ എല്ലാ ആളുകളും ഇരുന്നു. ഫറആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ തആല യാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വരൂ ഇബ്നു മസ്ഊദ് വരൂ എന്ന് പറയുകയാണ്, ചോദിക്കുകയാണ്. ഏതായാലും സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട, റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നത് കേൾക്കുന്നേ ഉള്ളൂ, അതോടുകൂടി അതിനെ ഇത്തിബാഴ് ചെയ്യുകയാണ്. ആ ഒരു രീതിയായിരുന്നു സ്വഹാബത്തിന്റെ രീതി എന്ന് പറയുന്നത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി അനുവാദം ചോദിച്ചു എന്ന് പറയുന്നു. വകഅന്നഹു കാന മശ്ഗൂലാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എത്തി അനുവാദം ചോദിക്കുമ്പോൾ, വീട്ടിൽ പ്രവേശിക്കാനാണ് അനുവാദം ചോദിക്കുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്തൊക്കെയോ തിരക്കിലായിരുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അലം അസ്മഅ സൗത അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് എന്ന് പറഞ്ഞാൽ അബൂ മൂസ അശ്അരി. അബൂ മൂസ അശ്അരിയുടെ ശബ്ദം ഞാൻ കേട്ടതുപോലെ ഉണ്ടല്ലോ, എവിടെ പോയി അദ്ദേഹം എന്നാണ് ചോദിക്കുന്നത്. ആരോ പറഞ്ഞു അദ്ദേഹം തിരിച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാരണം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തേ നിങ്ങൾ അങ്ങനെ വീട്ടിൽ വന്നിട്ട് പെട്ടെന്നൊരു തിരിച്ചുപോക്ക്, എന്താണ് ഇങ്ങനെ പോവാൻ കാരണമെന്ന് ചോദിച്ചപ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാൻ, കുന്നാ നുഅ്മറു ബിദാലിക്, അങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അനുവാദം ചോദിച്ചിട്ട് അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ മടങ്ങിപ്പോകണമെന്ന് റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ട്. തഅ്തീനി അലാ ദാലിക ബിൽ ബയ്യിന, അങ്ങനെയാണെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരണം. അങ്ങനെ ഫന്തലഖ ഇലാ മജ്ലിസിൽ അൻസ്വാരി, അൻസ്വാരികളുടെ സദസ്സിലേക്ക് അദ്ദേഹം പോയി. ഫസഅലഹും, അവരോട് ചോദിച്ചു ഒരു സാക്ഷിയെ കിട്ടാൻ. പ്രവാചകനിൽ താൻ കേട്ടത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ ഒരു സാക്ഷിയെ കിട്ടാൻ വേണ്ടിയാണ് അൻസാരികളുടെ സദസ്സിലേക്ക് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചെന്നത്. അവര് പറഞ്ഞു, ലാ യശ്ഹദു ലക അലാ ഹാദാ ഇല്ലാ അസ്ഗറനാ, ഞങ്ങളിൽ ഏറ്റവും ചെറിയയാളായിട്ടുള്ള അബൂ സഈദുൽ ഖുദരി അല്ലാതെ അതിന് സാക്ഷിയായിട്ട് വേറെ ആരുമില്ല. അബൂ സഈദുൽ ഖുദരി മാത്രമേ ഉള്ളൂ. ഫദഹബ ബി സഈദ്, അങ്ങനെ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹം പോയി. ഫഖാല ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖഫിയ മിൻ അംരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞതൊക്കെ കേൾക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് റസൂലുള്ള പറഞ്ഞത് കിട്ടാതെ പോയോ എന്നാണ് ചോദിക്കുന്നത്. റസൂലുള്ള പറഞ്ഞത് എനിക്ക് ലഭ്യമാവാതെ പോയോ? അൽഹാനി യസ്ഫഖു ബിൽ അസ്വാഖി യഅനി അൽ ഖുറൂജ ഇല തിജാറ. ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹു ബോധ്യമായി, അതായത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു ശരിയാണ്, അനുവാദം ചോദിച്ചിട്ട് അനുവാദം കിട്ടിയിട്ടില്ല എങ്കിൽ മടങ്ങിപ്പോകണം എന്ന ഒരു കാര്യം റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം താൻ അങ്ങാടിയിലേക്ക് പോയ ഘട്ടത്തിൽ, അതല്ലെങ്കിൽ താൻ തന്റെ ഉപജീവനാവശ്യാർത്ഥം പുറത്തുപോയ ഘട്ടത്തിലായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മറ്റു സ്വഹാബിമാർ അത് കേട്ടത്. അങ്ങനെയാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബായ് ചെയ്തിരുന്നത്. പ്രവാചകന്റെ അഖ്വാലുകളിലും പ്രവാചകന്റെ അഫ്ആലുകളിലും
പ്രവാചകന്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും മൗനാനുവാദങ്ങളിലും അങ്ങ് പിന്തുടരുകയായിരുന്നു. ചോദ്യം ചെയ്യാതെ പ്രവാചകനെ ഇത്തിബാഴ് ചെയ്യുകയായിരുന്നു. എങ്ങനെ കാണാം? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖദ ഖാതമൻ മിൻ ദഹബിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വർണം കൊണ്ടുള്ള ഒരു മോതിരം ഉണ്ടാക്കി. ഫത്തഖദന്നാസു മിസ്ലഹു. അങ്ങനെ സ്വർണം കൊണ്ടൊരു മോതിരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടപ്പോ സ്വഹാബിമാരും അതുപോലെ സ്വർണ്ണ മോതിരം ഉപയോഗിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കിക്കൊണ്ട് പറഞ്ഞു, ലാ അൽബസുഹു അബദാ, ഒരു കാലത്തും ഇനി ഞാൻ സ്വർണ്ണമോതിരം ധരിക്കുകയില്ല. ആദ്യഘട്ടത്തിൽ അങ്ങനെ ചെയ്തു, പിന്നെ അത് ഒഴിവാക്കി. പ്രവാചകൻ പറഞ്ഞു, ഇനി ഒരു കാലഘട്ടത്തിലും ഞാൻ സ്വർണ്ണമോതിരം ധരിക്കുകയില്ല. അപ്പൊ സ്വഹാബിമാരും അത് പ്രവാചകൻ ഒഴിവാക്കിയതുപോലെ പൂർണ്ണമായും ഒഴിവാക്കി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളി കൊണ്ടുള്ള ഒരു മോതിരം ഉണ്ടാക്കിയത് കയ്യിലിട്ടു, വിരലിട്ടു. റസൂലുള്ള വെള്ളി മോതിരം ഉപയോഗിച്ചപ്പോ സഹാബിമാരും വെള്ളി മോതിരം ഉപയോഗിച്ചു. അതിസൂക്ഷ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ പിന്തുടരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറയാൻ, റസൂലുള്ളാഹി നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ നിസ്കരിക്കാൻ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ തിടുക്കം കാട്ടി. റസൂലുള്ളാഹി പ്രാർത്ഥിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ പ്രാർത്ഥിക്കാൻ, റസൂലുള്ളാഹി പ്രാർത്ഥിച്ച ഓരോ ഇടങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അവിടങ്ങളിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കുവാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് തന്നെ തന്റെ ഒട്ടകത്തെയും മുട്ടുകുത്തിച്ചു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദങ്ങൾ വെച്ച ഇടത്ത് തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ വെച്ചു. അതാണ് സഹോദരങ്ങളെ ഹുബ്ബുർ റസൂലിൽ നിന്ന് ഉടലെടുക്കുന്ന ഇത്തിബാ എന്ന് പറയുന്നത്. നമ്മുടെ ഇത്തിബാ ഹുബ്ബുർ റസൂലിൽ നിന്ന് ഉടലെടുക്കുന്ന ഇത്തിബാ ആവണം. കേവലം കർമ്മശാസ്ത്രത്തിന്റെ ഭാഷയിൽ നിന്നുള്ള ഇത്തിബാവാതെ കുറച്ചുകൂടി സൂക്ഷ്മമായി ഹുബ്ബുർ റസൂലിൽ നിന്ന്. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് കൂടിയാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി ഹദീസ് പറയുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രമല്ല മറ്റു സ്വഹാബിമാരുടെയും ഒക്കെ ഒരു ശൈലിയുണ്ട്. അതായത് റസൂലുള്ളാഹി ഉപയോഗിച്ച അതേ പദങ്ങൾ തന്നെ ഉപയോഗിക്കുവാൻ അവര് ശ്രദ്ധിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാണ്, ആ പദങ്ങളിൽ ഏതെങ്കിലും ഓർമ്മയില്ലെങ്കിൽ ആ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇത്തിബായിൽ നമ്മുടെ മാതൃക. ഇത്തിബായിൽ നമ്മുടെ മാതൃക, ഒന്നാമത്തെ മാതൃക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. നമുക്കറിയാം, ഇസ്രാ എന്ന് പറയുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ദൃഷ്ടാന്തം ഉണ്ടായപ്പോ സ്വഹാബിമാർ, നമുക്കറിയാം, അവരെല്ലാവരും അതിൽ വിശ്വസിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിൽ ഒന്നാമതായിട്ട് തന്നെ വിശ്വസിച്ചു. ശത്രുക്കൾ ചോദിക്കുക, ഇപ്പോഴും ഖുറൈശികൾ വന്ന് ചോദിക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട്, ഇപ്പോഴും നീ മുഹമ്മദിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇത്ര വലിയ ബഡായി പറഞ്ഞിട്ടും. മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാവ് കൊണ്ട് പ്രയാണം ചെയ്തു എന്ന രീതിയിലുള്ള വലിയ ബഡായി, അവരുടെ ഭാഷയിൽ വലിയ ബഡായി പറഞ്ഞിട്ടും ഇപ്പോഴും നീ മുഹമ്മദിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു? നഅം, അതെ. ഇന്നീ ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്. കാരണം അതിനേക്കാൾ വിദൂരമായ കാര്യത്തിൽ ഞാൻ റസൂലുള്ളാഹി അംഗീകരിക്കുന്നുണ്ട്. ഉസദ്ദിഖുഹു ഫീ ഖബരിസ് സമാഇ ഗദവതൻ വറൗഹ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹി ലഭിക്കുന്നുണ്ട്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വഴി വഹി ലഭിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ പറയുമ്പോൾ അതിലടക്കം ഞാൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് പ്രവാചകന്റെ ഇസ്രായിൽ വിശ്വസിക്കുവാൻ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന് നാമകരണം ചെയ്ത. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത് അതല്ലെങ്കിൽ റസൂലുള്ളാഹി ചെയ്തത്, റസൂലുള്ളാഹി അനുവാദം നൽകിയത്, മൗനാനുവാദം നൽകിയതായ കാര്യങ്ങൾ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, അതാണ് അദ്ദീനു ബിൽ ഇസ്നാദ് എന്ന് പറഞ്ഞത്. ശരിയായ സനദിലൂടെ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഏറ്റക്കുറച്ചിലുകളില്ലാതെ വിശ്വസിക്കുക എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇത്തിബാഉർ റസൂൽ, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ആമുഖമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതായാലും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എനിക്ക് തന്ന സമയം അതിപ്പോൾ തന്നെ കുറച്ച് അതിക്രമിച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ എഴുതിക്കൊണ്ടുവന്ന കാര്യങ്ങളിലും കുറച്ചുകൂടി ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ പറയാനും
ഹുബ്ബുർ റസൂൽ, പ്രവാചകനോടുള്ള അനുരാഗം അത് ഹൃദയത്തിൽ കൊണ്ടു നടക്കാനും എന്ന് മാത്രമല്ല, പ്രവാചകനോടുള്ള ഇത്തിബായി ജീവിതത്തിന്റെ സകല മേഖലകളിലും, വ്യക്തി ജീവിതത്തിലും, കുടുംബ ജീവിതത്തിലും, സാമൂഹിക ജീവിതത്തിലും, രാഷ്ട്രീയ ജീവിതത്തിലും, അതിന്റെ സമഗ്ര മേഖലകളിലും, നമ്മുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവാചകനോടുള്ള ഹുബ്ബും ഇത്തിബാവും കൊണ്ടു നടക്കാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാവട്ടെ. ഹുബ്ബുള്ളയിലും ഹുബ്ബുർ റസൂലിലുമായിട്ട് മരണപ്പെടുവാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.